മലയാളമാണെൻ്റെ ഭാഷ, എന്തു സുഖമാണതു കേൾക്കാൻ. മലയാളം പഠിക്കാം. 10-10 ഭാഗം നമ്പർ 24 ഏവർക്കും സ്വാഗതം. 1. അവതാരകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം ഏത്? അവതാരിക, അവതാരകി, അവതാരക, അവതാര എന്നിവയിൽ അവതാരക ആണ് ശരിയായ പദം. 2. 2025 വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ ആര്? ശരി ഉത്തരം ഇ. സന്തോഷ് കുമാർ ആണ്. സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. അശോകൻ ചെറുവിലിൻ്റെ കാട്ടൂർക്കടവ്, ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം, എസ് ഹരീഷിൻ്റെ മീശ, ബെന്യാമിൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, എടാച്ചേരി രാമചന്ദ്രൻ്റെ ഒരു വെർജീനിയൻ വെയിൽക്കാലം, വി. ജെ. ജെയിംസിൻ്റെ നിരീശ്വരൻ, കെ. വി. മോഹൻകുമാറിൻ്റെ ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം, ടി. ഡി. രാമകൃഷ്ണൻ്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, യു. കെ. കുമാരൻ്റെ തക്ഷൻകുന്ന് സ്വരൂപം, സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യന് ഒരാമുഖം, കെ. ആർ. മീരയുടെ ആരാച്ചാർ, പ്രഭാവർമ്മയുടെ ശ്യാമമാധവം, അക്കിത്തത്തിൻ്റെ അന്തിമഹാകാലം, കെ. പി. രാമനുണ്ണിയുടെ ജീവിതത്തിൻ്റെ പുസ്തകം, വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ചാരുലത എന്നിവയൊക്കെ വയലാർ അവാർഡ് നേടിയ കൃതികളാണ്. എം. തോമസ് മാത്യുവിൻ്റെ മാരാർ ലാവണ്യാനുഭവത്തിൻ്റെ യുക്തിശില്പം, എം. പി. വീരേന്ദ്രകുമാറിൻ്റെ ഹൈമവധഭൂവിൽ, എം. ലീലാവതിയുടെ അപ്പുവിൻ്റെ അന്വേഷണം, സേതുവിൻ്റെ അടയാളങ്ങൾ, കെ. സച്ചിദാനന്ദൻ്റെ സാക്ഷ്യങ്ങൾ, സാറ ജോസഫിൻ്റെ ആലാഹിയുടെ പെൺമക്കൾ, എം. മുകുന്ദൻ്റെ കേശവൻ്റെ വിലാപങ്ങൾ എന്നിവയും വയലാർ അവാർഡ് നേടിയ കൃതികളിൽപ്പെടുന്നു. കെ. അയ്യപ്പ പണിക്കരുടെ കവിതകൾ, ടി. പത്മനാഭൻ്റെ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്, എം. വി. ദേവൻ്റെ ദേവസ്പന്ദനം, കോവിലൻ്റെ തട്ടകം, എസ്. ഗുപ്തൻ നായരുടെ സൃഷ്ടിയും സ്രഷ്ടാവും എന്നിവയും വയലാർ അവാർഡ് നേടിയ കൃതികളിൽപ്പെടുന്നു. കെ. അയ്യപ്പ പണിക്കർ വയലാർ അവാർഡ് നിരസിച്ചിരുന്നു. മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തകാലം, പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ, തിക്കോടിയൻ്റെ അരങ്ങ് കാണാത്ത നടൻ, കെ. സുരേന്ദ്രൻ്റെ ഗുരു, ആനന്ദിൻ്റെ മരുഭൂമികൾ ഉണ്ടാവുന്നത്, എം. കെ. സാനുവിൻ്റെ ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ഒ. വി. വിജയൻ്റെ ഗുരുസാഗരം എന്നിവയും വയലാർ അവാർഡ് നേടിയ കൃതികളാണ്. സി. രാധാകൃഷ്ണൻ്റെ മുൻപേ പറക്കുന്ന പക്ഷികൾ, സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി, തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകൾ, എൻ. കൃഷ്ണപിള്ളയുടെ പ്രതിപാത്രം ഭാഷണഭേദം, എൻ. എൻ. കക്കാടിൻ്റെ സഫലമീ യാത്ര, എം. ടി. വാസുദേവൻ നായരുടെ രണ്ടാമൂഴം, സുഗതകുമാരിയുടെ അമ്പലമണി, വിലാസിനിയുടെ അവകാശികൾ, ഒ. എൻ. വിയുടെ ഉപ്പ്, വൈലോപ്പിള്ളിയുടെ മകരക്കൊയ്ത്ത്, തകഴിയുടെ കയർ, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യന്ത്രം, പി. കെ. ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്നിവയാണ് വയലാർ അവാർഡ് നേടിയ മുൻകാല കൃതികൾ. വയലാർ അവാർഡ് ആരംഭിക്കുന്നത് 1977 ആദ്യ കൃതി അഗ്നിസാക്ഷിയാണ്. 3. ആകാശത്തിൻ്റെ പര്യായമായി വരുന്ന പദജോഡി ഏത്? ശരിയായ ഉത്തരം ഗഗനം, അമ്പരം എന്നതാണ്. ശൃംഗം എന്നതിന് കൊടുമുടി എന്നും, അവനി എന്നതിന് ഭൂമി എന്നും, വാപി എന്നതിന് പൊയ്ക എന്നുമാണ് അർത്ഥം. 4. കൃതി, കഥാപാത്രം ശരിയായ ജോഡി ഏത്? ശരി ഉത്തരം ഇന്ദുലേഖ മാധവൻ ആണ്. ഓടയിൽ നിന്ന് എന്നതിലെ കേന്ദ്ര കഥാപാത്രം പപ്പു ആണ്. അസുരവിത്തിലെ കേന്ദ്ര കഥാപാത്രം ഗോവിന്ദൻകുട്ടിയാണ്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കേന്ദ്ര കഥാപാത്രം രവിയാണ്. ധർമ്മപുരാണത്തിൽ സിദ്ധാർത്ഥനും പ്രജാപതിയുമാണ്. മലയാളത്തിലെ ആദ്യ ചെറുകഥ വാസനാവികൃതി ആണ്. വാസനാവികൃതിയും ദ്വാരകയും എഴുതിയത് കേസരി എന്നറിയപ്പെടുന്ന വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ്.
ഒരു മുതല നായാട്ട് എന്നത് മലയാളത്തിലെ പ്രഖ്യാതമായ രണ്ടാമത്തെ ചെറുകഥയാണ്. ഇതെഴുതിയത് CS ഗോപാലപ്പണിക്കരാണ്. ചക്കി ചങ്കരം മുൻഷി രാമക്കുറുപ്പ് എഴുതിയ ആക്ഷേപഹാസ്യ നാടകമാണ്. കുറ്റം ചെയ്യാതെ ആരോപണ വിധേയനാവുക എന്ന ചൊല്ലിന് ചേർന്നത് കുളിക്കാതെ ഈറൻ ചുമക്കുക എന്നതാണ്. ശക്തിയുടെ കവിയാര് എന്ന ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ഇടശ്ശേരി ആണ്. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. P. ഭാസ്കരൻ, വയലാർ എന്നിവർ വിപ്ലവ കവികളിൽ പെടുന്നവരാണ്. മൂന്നാമത്തെ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് ONV കുറുപ്പാണ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളിയാണ്. എട്ടാമത്തെ ചോദ്യം പദശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. ശരിയായതേത്? ശരി ഉത്തരം ദ്രഷ്ടാവ് ആണ്. ദൃഷ്ടി ദ്രഷ്ടാവ്, സൃഷ്ടി സ്രഷ്ടാവ് എന്നിങ്ങനെ ഓർമ്മിക്കുക. മഹത്വം, മുന്നാക്കം, മനുഷ്യത്വം എന്നിവയും ശ്രദ്ധിക്കുക. 9. ഒരേ തമാശ കേട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ചിരിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരേ സങ്കടമോർത്ത് വീണ്ടും വീണ്ടും കരയുന്നത്? ജീവിതം ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കാവുന്നതല്ല. ഈ പ്രചോദകവാക്യം ആരുടേത് എന്ന ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ചാർലി ചാപ്ലിൻ ആണ്. കൃതിയുടെ പേര് എൻ്റെ ആത്മകഥ ആണ്. ബഹദൂറിൻ്റെ ഞാൻ ബഹദൂർ, NN പിള്ളയുടെ ഞാൻ എന്നിവ പ്രശസ്ത ആത്മകഥകളാണ്. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കെ, ഉയിരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ. ഈ വരികളിലെ വിഷപുഷ്പം ഏത്? ശരി ഉത്തരം അണുബോംബ് ആണ്. ONV കുറുപ്പിൻ്റെ ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന കവിതയിലെ വരികളാണ് ഇത്. ഇത്തരത്തിലുള്ള നിരവധി ഗൂഗിൾ ഷീറ്റ് ചോദ്യങ്ങൾ മലയാള മാഷ് ബ്ലോഗിലെ KTET/PSC എന്ന ലിങ്കിൽ ലഭ്യമാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ വിദ്യാഭ്യാസ വീഡിയോകൾക്ക് @ജനുമാഷ് JENUMASH എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. നന്ദി.